ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിന് അല്ലെങ്കിൽ സദ്യയിലൊക്കെ വിളമ്പുന്ന കുറുക്ക് കാളൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 നേന്ത്രക്കായയും ഒരു ചെറിയ കഷ്ണം ചേനയുമാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേന്ത്രക്കായയുടെ ആ ഒരു തൊലിയൊക്കെ ഞാൻ കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മൂത്തിട്ടുള്ള നേന്ത്രക്കായയാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് കീറിയതിന് ശേഷം ഈ ഒരു കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് തന്നെ നമ്മളിത് അരിഞ്ഞിടാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കളർ മാറിയിട്ട് നമ്മുടെ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചേനയാണെന്നുണ്ടെങ്കിലും കായയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഇതേപോലെ വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാനായിട്ട്. അതിനൊരു പ്രത്യേക കറയുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കഷ്ണങ്ങളും ഏകദേശം ഒരേപോലെ തന്നെ ഒരേ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും, വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചേനയുടെ പീസ് ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ടോ കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു 2 പച്ചക്കറിയാണ് നമുക്കിതിനെ ഈ ഒരു കുറുക്ക് കാളൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. മെയിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതാ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ തന്നെ ആവാനായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ പലരും തന്നെ ഉണ്ടാക്കാനായിട്ട് മടിയൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ സദ്യയിലൊക്കെ ഇത് ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഇതുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ. ആദ്യത്തെ വെള്ളം കളഞ്ഞിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാൻ. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവിൽ നമുക്കിതിലേക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ഒന്നും അധികം വേണ്ട, കുറച്ച് മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് തിളയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. എന്നാൽ കഷ്ണങ്ങൾ ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോകരുത്. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതിലുള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്ന രീതിയിൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ആവശ്യമായിട്ടുണ്ട്. ഇതേപോലെ ഒരു 2-3 സ്പൂൺ അളവിൽ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് 1-2 കൂടി ഇതിലേക്ക് ചേർക്കാം. അത് എരിവിനനുസരിച്ച് നമുക്കറിയാലോ, അതിനനുസരിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കുറുക്ക് കാളന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഇങ്ങനത്തെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് അരച്ചെടുക്കുന്നത് തൈരിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള രീതിയിലുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഈ ഒരു തൈര് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഒരു പാകത്തിന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എടുക്കുന്ന ആ ഒരു ചേനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല പൊടിയുള്ള ചേനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാളൻ റെസിപ്പിക്ക് നല്ല ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ എക്സ്ട്രാ പച്ചവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കരുത്. ഇനി അഥവാ തന്നെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓവറായിട്ട് ഇനി അങ്ങോട്ട് തിളപ്പിക്കാനായിട്ട് പോകണില്ല. അപ്പോൾ ആ ഒരു തേങ്ങയൊക്കെ ഒരു ചെറിയ തീയിൽ ഇരുന്നിട്ട് വെന്ത് കിട്ടുകയാണ് വേണ്ടത് കേട്ടോ.
തിള വരാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ലേശം ഉലുവ വറുത്തെടുത്തിരിക്കുന്നതാണ്. അത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു 2 നുള്ളോളം ഉലുവപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ ഒരു കാളൻ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റും ഒന്നുകൂടി ഒന്ന് കുറുകി വരാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനും കൂടിയൊക്കെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ പലരും ചിലപ്പോൾ ഇതേപോലെ ഉലുവ പൊടിച്ചതൊന്നും ചേർക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുരുമുളകൊക്കെ എടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള കുരുമുളക് തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. തിളപ്പിച്ചിട്ട് നമ്മൾ വേവിക്കരുത്, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള കട്ടകളൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് എടുത്താലും മതിയായിരിക്കും. ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തൈര് ചേർത്തതിന് ശേഷം ഈ ഒരു കറി നമ്മൾ തിളപ്പിക്കാനായിട്ട് പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തൈരൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇത് കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്ന് കുറുകി വരുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്നത് പോലെ നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് തിള വരുന്നത് പോലെ ആവുന്നത് വരെ മാത്രമേ നമ്മളിത് സ്റ്റൗവിൽ വെക്കേണ്ടതായിട്ട് ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്ന തൈര് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര്, നല്ല ഓവറായിട്ട് പുളി വേണ്ട, എന്നാൽ പാകത്തിന് പുളിയുള്ള തൈരൊക്കെയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങ, അതുപോലെ തന്നെ ആ ഒരു ഉലുവയുടെ ആ ഒരു പൊടി, കുരുമുളക്, ഇതൊക്കെയാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്യിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കാളന്. ഇപ്പോൾ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 3-4 വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു കാളനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളിതൊന്ന് മൂടി വെക്കണം. അതിനുശേഷം നമുക്കൊരു 5-10 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു വറവിട്ടതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിൽ തന്നെ ഇരുന്നോളും. ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യിൽ പലരും ഇതേപോലെ വറവിട്ട് നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ തൈര് ചേർത്തിട്ടുള്ള കറികളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ, ഇപ്പോൾ സദ്യക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും നമ്മൾ തലേ ദിവസം തയ്യാറാക്കി വെക്കുക, അല്ലെങ്കിൽ നമുക്കൊരു 3-4 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു എരിവും പുളിയും കാര്യങ്ങളെല്ലാം പിടിക്കുകയും ചെയ്യും. ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ, സദ്യ റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.